സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ റോയി ബേബി ചെന്നൈ, ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, കർത്തൃദാസന്മാർ, ദൈവദാസിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയ പൈതൽ ഷാൻഡി മോളെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരി, കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ആമേൻ മാധുര്യമായ നല്ല ശബ്ദം കർത്താവിന്റെ ദാസിക്ക് ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ. അത് അനേകർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഈ കൂട്ടായ്മ ആമേൻ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ ദാസൻ വളരെ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നല്ലോ. ചെന്നൈയില് ആമേൻ ഒരു ആലയത്തിന്റെ പണികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമക്കളെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ആമേൻ ഈ 2025 അത് സാധ്യമാക്കി തീർക്കട്ടെ എന്ന് ആമേൻ ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആമേൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ആമേൻ. ഹല്ലേലൂയ. പ്രാരംഭമായിട്ട് ഞാൻ എന്റെ ആമേൻ ചിന്തയിലേക്ക് കടക്കുന്നതിനും ഒരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഒരു വാക്ക് നിങ്ങളെ ഓർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വചനം എടുത്തത്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 2-ാം വാക്യം. ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് ആമേൻ സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ആമേൻ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ, അവധി എന്നുള്ള പദത്തിന് ആമേൻ നാം അവിടെ ദൈവവചനം ഉദ്ദേശിക്കുന്ന പദം അപ്പോയിന്റഡ് ടൈം. ദൈവം അപ്പോയിന്റ് ചെയ്ത സമയത്ത്, ദൈവം നിശ്ചയിച്ചു വെച്ചിരുന്ന സമയത്ത് സാറ ഗർഭം ധരിച്ച് അബ്രഹാമിന് ഒരു മകനെ പ്രസവിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരു സമയമുണ്ട്, അപ്പോയിന്റഡ് ടൈം. ദൈവം അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ആമേൻ ദൈവം തന്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, വിശ്വാസത്താൽ നാം വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവം വിശ്വസ്തൻ, അവൻ അരുളി ചെയ്തത് അങ്ങനെ തന്നെ നിവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിലെ ആ വിശ്വാസം അങ്ങനെയായിരുന്നു. ആ വിശ്വാസത്തെയാണ് ദൈവം നീതിയായി കണക്കിട്ടത്. എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, കഴിഞ്ഞ നാളുകളില് ഈ ദിവസങ്ങളെല്ലാം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ എത്രയോ വാഗ്ദത്തങ്ങൾ നാം കേട്ടിട്ടുണ്ടല്ലേ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഇപ്പോഴും നാം ഹൃദയത്തിൽ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നില്ല? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ പറയുന്നു, ദൈവം നിശ്ചയിച്ച അവധിക്ക്, ദൈവം പറഞ്ഞ അവധിക്ക്, ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ആമേൻ ആ വാഗ്ദത്തം നിറവേറും. ഹല്ലേലൂയ. അത് നാം എത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞ സമയത്ത്, ദൈവം നിശ്ചയിച്ച അവധിക്ക് ദൈവം തന്റെ വാഗ്ദത്തം നിറവേറ്റും. ആ വാഗ്ദത്തങ്ങൾ ഓരോന്നും നാം അവകാശമാക്കി പ്രാപിക്കുമെന്നുള്ള ആ ഉത്തമമായ വിശ്വാസത്തോടെ ഇന്ന് പകല് ആമേൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ആമേൻ. ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ പറയുന്നു, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനം. ആമേൻ. ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളെ ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അല്പസമയം ദൈവമേ അങ്ങയുടെ തിരുവചനം ധ്യാനിക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണോ അപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ആമേൻ. വചനം സംസാരിപ്പാൻ ആമേൻ സാധുവായ അടിയനെ കർത്താവ് ശക്തീകരിക്കണേ അപ്പ. അടിയന്റെ അധരങ്ങളോടുകൂടെ അവിടുത്തെ അധരം ഇരിക്കണേ കർത്താവ്. പരിശുദ്ധാത്മാവ് സംസാരിക്കണേ അപ്പ. മാനുഷികമായ ഒരു വാക്കുപോലും ഇന്ന് പകൽക്കാലം അടിയന്റെ നാവിൽ നിന്ന് പുറത്തു വരാതെ പരിശുദ്ധാത്മാവ് തന്നെ ഈ ജനത്തോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 6-ാമത്തെ ദിവസം കർത്താവെ, ഞങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമുമ്പാകെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ്
നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ കാരാഗൃഹ ലേഖനങ്ങൾ, 4 ലേഖനങ്ങൾ, കാരാഗൃഹ ലേഖനങ്ങളുണ്ട്. എഫെസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലമോൻ. ഈ 4 ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ചത്. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ 49-ാമത്തെ പുസ്തകമായ ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനം കർത്താവിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് 1-ാം പ്രാവശ്യം 2 വർഷം റോമൻ കാരാഗൃഹത്തിൽ കിടക്കുന്ന സമയത്ത് എഴുതിയതായ ഒരു ലേഖനമാണ്. ആമേൻ. തന്റെ കാരാഗൃഹ ലേഖനത്തിൽ ഇതിന്റെ പ്രാരംഭത്തിൽ നമുക്ക് 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആ അധ്യായത്തിന്റെ വചനം ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? എഫെസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിന്റെ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. താങ്ക് യു മോളെ. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മുടെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് ആ വചനം നിങ്ങൾ ആ വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ എഫെസോസിലുള്ള എന്ന ആ പദം ബ്രാക്കറ്റിലാണ് ദൈവാത്മാവ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് മാത്രമല്ല എല്ലായിടത്തുമുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം. എഫെസോസിൽ മാത്രമുള്ള വിശുദ്ധന്മാർക്കല്ല, ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്ന വിശ്വാസികളുമായ സകലർക്കും വേണ്ടിയിട്ട് ആമേൻ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ഒരു ലേഖനമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം. നമുക്കറിയാം ഈ ലേഖനത്തില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ, ആ സഭയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് എടുത്തു കാണിക്കുന്ന ഒരു ലേഖനമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആമേൻ, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ നാം ദൈവത്തെ അനുകരിക്കണം. നമ്മൾ 1-ാം അധ്യായം അതിന്റെ ആ 3-ാമത്തെ വാക്യം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം. കാരണം എന്താണെന്നറിയാമോ? ഒരു ദൈവ പൈതല്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളാകുന്ന ഓരോ ദൈവ പൈതലും എങ്ങനെ ഈ ഭൂമിയിൽ തങ്ങളുടെ ആയുസ് തീരുന്നത് വരെ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനം. 1-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ പലപ്പോഴും അനേക പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മെ ലോക സ്ഥാപനത്തിന് മുൻപേ കർത്താവ് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരണം എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, കർത്താവിന്റെ ദാസൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിനായിട്ട് കർത്താവിനെ വിളിക്കുന്നവരായി ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് നേടി സന്തോഷത്തോടെ ഇവിടെ ജീവിച്ച ഒരു ജീവിതം അവസാനിപ്പിക്കാനുമല്ല ദൈവം നമ്മളെ വിളിച്ചത്. മറിച്ച് ദൈവം നമ്മളെ വിളിച്ചതിന് ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്രത്തോളം ആ ഒരു വചനത്തോട് നീതി പുലർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന് നമ്മുടെ ആത്മാവിൽ നാം ഒന്ന് ചിന്തിക്കണം. നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരാണോ? നാം ദൈവത്തിന്റെ സന്നിധി നിഷ്കളങ്ക മക്കളാണോ? ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട, ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിശുദ്ധ വേദപുസ്തകം വിശേഷിപ്പിക്കുന്ന അബ്രഹാമിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങനെ അബ്രഹാമേ, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, നമ്മുടെ പുറമേയുള്ള ഭക്തി അല്ല ദൈവം നോക്കുന്നത്. പുറമേ വെളുത്ത വസ്ത്രം നമുക്ക് ധരിക്കാം, പുറമേ ഈ കാതും കഴുത്തും ഒക്കെ പറിച്ച് വിശുദ്ധയാണെന്ന് നടിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിയും. പക്ഷെ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയാണ്. ദൈവം ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥന ദൈവമേ നീ കേൾക്കണമേ എന്ന്. സങ്കീർത്തനക്കാരൻ 51-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. ഈ ഉപവാസ പ്രാർത്ഥന എന്റെ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലുമൊക്കെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനല്ല, മറിച്ച് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു അളവിലേക്ക് നാം എത്തിച്ചേരുവാൻ, കർത്താവിന്റെ കാഹളം എന്ന് കേൾക്കുന്നുവോ ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കമണ്ണുള്ള ഒരു പ്രാഗൽഭ്യത്തോടെ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ അല്ല നമ്മെ കർത്താവ് വിളിക്കുന്നുവെങ്കിൽ, എന്റെ മകളെ തിരിച്ചു
തിരിച്ചു വരിക, എന്റെ മകനെ തിരിച്ചു വരിക എന്ന് കർത്താവ് വിളിക്കുമ്പോൾ ആ കർത്താവ് ഇരിക്കുന്ന രാജ്യത്ത് ചെല്ലുവാനുള്ള ഒരു പ്രാഗൽഭ്യമുള്ളവരായി ഓരോ ദിവസവും നാം ജീവിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ആമേൻ, പഴയ നിയമ ഭക്തന്മാർക്ക് ദൈവം മരുഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിലെല്ലാം ആമേൻ അവർക്ക് ഭക്ഷിപ്പാൻ സ്തോത്രം 40 വർഷവും അവർക്ക് മന്ന കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അന്നുള്ള മന്ന ദൈവം അവർക്ക് വേണ്ടി കൊടുത്തു. അങ്ങനെയെങ്കിൽ പുതിയ നിയമ ഭക്തന്മാരാകുന്ന നമുക്ക് ദൈവം തരുന്ന ആത്മീയ മന്നയാ ദൈവമക്കളെ ഈ തിരുവചനം എന്ന് പറയുന്നത്. ഇന്ന് നാം ഈ ഭൂമിയിൽ ഒരു ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ ആമേൻ ദൈവം പറയുന്നു, ഇന്ന് ഈ വചനം നാം ഭക്ഷിക്കണം. ഈ വചനത്തിനനുസരിച്ച് നാം നമ്മെ തന്നെ ക്രമീകരിക്കണം. കാരണം എന്തെന്നറിയാമോ? ആമേൻ, പഴയ നിയമ ഭക്തന്മാർ ഒരു വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്തെങ്കിൽ പുതിയ നിയമ ഭക്തന്മാരാകുന്ന നാമും ഒരു വാഗ്ദത്ത നാടിനു വേണ്ടിയുള്ള യാത്രയാണ്. ഹല്ലേലൂയ. ഈ യാത്രയിൽ ആമേൻ നമ്മെ തകർത്തു കളയുവാൻ, ആമേൻ നമ്മെ പുറകോട്ട് വലിക്കുവാൻ, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുവാൻ ഹല്ലേലൂയ ശ്രമിക്കുന്ന പല ശക്തികളും നമ്മെ പിന്തുടരുമ്പോൾ ഇതിന്റെ നടുവിൽ വാഗ്ദത്തത്തിന്റെ ആമേൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ ദിവസവും നമുക്ക് വേണ്ടുന്ന മന്ന ആമേൻ ആത്മീയ ഭക്ഷണം ദൈവവചനത്തിലൂടെ നമുക്ക് നൽകി തരികയാണ്. ഈ വചനം ഏറ്റെടുത്ത് ആ വചനപ്രകാരം നമ്മെ ക്രമീകരിക്കുമ്പോഴാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതം നാം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി, നിഷ്കളങ്ക മക്കളായി, വിശുദ്ധരായി നാം തീരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ നമുക്ക് തന്ന മനോഹരമായ ഈ തിരുവചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വചനത്തിന്റെ മുമ്പാകെ വളരെ ശ്രദ്ധയോടെ ഇത് എന്നോടുള്ള ദൈവത്തിന്റെ വചനം. ഞാൻ ഓർക്കുകയാണ്, ഇന്ന് വചനത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാത്തൊരു കാലമായി അല്ലെ. വചനം എപ്പോഴും വചനം കേൾക്കാം. യൂട്യൂബ് എടുത്താൽ നമുക്ക് വചനം കേൾക്കാം. സൂം മീറ്റിങ്ങിലൂടെ നാം വചനം കേൾക്കുന്നു. ആമേൻ, എത്രയോ വചനങ്ങൾ, വാഗ്ദത്ത വചനങ്ങളൊക്കെ നാം ദിനം ദിനം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ആ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ആ വചനപ്രകാരം നമ്മുടെ ചുവടുകളെ, നമ്മുടെ പാദങ്ങളെ ക്രമപ്പെടുത്തുവാനും നാം തയ്യാറാകുന്നുവോ അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരുന്നത്. ആമേൻ, തന്റെ ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നല്ലോ, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. എങ്ങനെയാ വചനത്തെ ക്രമപ്പെടുത്തുന്നത്? ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം ആമേൻ അതിനെ ക്രമപ്പെടുത്തുന്നതിനാൽ തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം എന്തിനാ നമുക്ക് തരുന്നതെന്നറിയാമോ? ഓരോ ദിവസവും ദൈവത്തിന്റെ ഭക്തന്മാരിലൂടെ എന്തിനാ കർത്താവ് ഈ തിരുവചനങ്ങൾ നമ്മളെ കേൾപ്പിക്കുന്നത്? നമ്മുടെ നടപ്പ് ക്രമപ്പെടുത്തുവാൻ. ആമേൻ, നാം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന പന്ഥാവിൽ നാം എത്തിച്ചേരുവാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളോട് കർത്താവ് പറയുകയാണ്, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ നാം ദൈവത്തെ അനുകരിപ്പിനെന്ന്. അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചു കിടന്നവരായിരുന്നു നാം അല്ലെ. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നാം അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചു കിടന്നവരായിരുന്നു. ആ നമ്മെ ആമേൻ ദൈവത്തിന്റെ സ്നേഹത്താൽ ക്രിസ്തുയേശു മുഖാന്തരം തന്റെ സന്നിധിയില് വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലനായ പൗലോസിന്റെ മനോഹരമായ ഒരു പ്രാർത്ഥന 1-ാം അധ്യായത്തിലുണ്ട്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ഭക്തൻ പ്രാർത്ഥിക്കുക, എന്റെ ദൈവമക്കളെ, എഫെസോസിലുള്ള ദൈവമക്കൾ മാത്രമല്ല, ഭൂലോകത്തിൽ മുഴുവനുമുള്ള ഇന്ന് 2025 ഈ മാർച്ച് മാസം 24-ാം തീയതി ദിനവും യേശുവിന്റെ കൂടെ എന്നുള്ള ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെ നോക്കിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. എന്നിട്ട് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. വിശുദ്ധന്മാര് അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ മാധുര്യം വർദ്ധിക്കും കേട്ടോ. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒത്തിരി പേര് പിന്മാറിപ്പോയ ഒരു കാലഘട്ടമാണ്. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സഹോദരിമാര് മാത്രം കൂടി വന്ന്, കുറെ അമ്മമാര് മാത്രം കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. അവിടെ കടന്നു വരുന്ന ഓരോ അമ്മമാരും കണ്ണുനീരോടെ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. നഷ്ടപ്പെട്ടു പോയ തലമുറകളെ ഓർത്തുകൊണ്ട്, പിന്മാറിപ്പോയ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട്, പിന്മാറിപ്പോയ ഭർത്താക്കന്മാരെ ഓർത്തുകൊണ്ട്, സഹോദരന്മാരെ ഓർത്തുകൊണ്ട്, സഹോദരിമാരെ ഓർത്തുകൊണ്ടൊക്കെ ഞങ്ങളുടെ കൂട്ടായ്മകളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ വളരെ ഭാരത്തോടെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട്
ഇവരൊക്കെ ഇങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോകുന്നു. ഒരിക്കൽ കർത്താവിന്റെ കൃപ ആസ്വദിച്ചവരാ, ഒരിക്കൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ആസ്വദിച്ചവരാ. പക്ഷെ എന്തുകൊണ്ട് അവർ പിന്മാറിപ്പോകുന്നു ദൈവമക്കളെ? അതിനുള്ള ഏക കാരണം എന്ന് പറയുന്നത്, ആമേൻ, ദൈവം നമ്മളെ എന്തിന് വിളിച്ചു എന്നുള്ള ആ വിളിയാനുള്ള ആശ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാ. ആമേൻ, ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, ദൈവം തന്നെ അന്വേഷിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ച ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഒരു മഹിമയുടെ ധനമുണ്ട്. ആമേൻ, ഒരു നിത്യജീവൻ എന്നൊരു അവകാശമുണ്ട്. ആ അവകാശം പ്രാപിക്കണമെങ്കിൽ അവസാനത്തോളം നമുക്കറിയാം, സ്നാനപ്പെട്ട് നാം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ കർത്താവിന്റെ ദാസൻ സ്നാപകൻ നമ്മുടെ തലയിൽ കൈവച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്ക, എന്നാൽ നീ വാടാത്ത ജീവകിരീടം പ്രാപിക്കുമെന്ന്. അവസാനത്തോളം സഹിച്ചു നിൽക്കണമെങ്കിൽ ഉണ്ടല്ലോ, കേവലം മാനസാന്തരപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ ആയില്ല, മറിച്ച് ഇനി നമുക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്തെന്ന്, ഒരു വിശ്വാസിയുടെ ജീവിതത്തില് തന്റെ അവസാനം എന്താണെന്ന്, തനിക്ക് വേണ്ടി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് എന്താണെന്നുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് പ്രാപിച്ചൊരു ദൈവഭക്തന് മാത്രമേ അവസാനത്തോളം ദൈവസന്നിധിയിൽ സഹിച്ചു നിൽക്കുവാൻ കഴിയുള്ളൂ. അല്ല എങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ അങ്ങനെയുള്ളവർ പിന്മാറിപ്പോകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ട്. പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന് 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പകൽ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽ പറയുന്നു, ദൈവം ഹല്ലേലൂയ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ ഓരോരുത്തരെയും ദൈവശക്തിയിൽ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കഴിവ് കൊണ്ടല്ല നാം നിൽക്കുന്നത്, ദൈവം നമ്മെ കാക്കുന്നത് കൊണ്ടാണ്. തന്റെ ശക്തിയാൽ ദൈവം നമ്മെ നിലനിർത്തുന്നത് കൊണ്ടാണ് നാം ഇന്നായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ കാക്കപ്പെടുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗത്തിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത ഒരു അവകാശമുണ്ട്. ആ അവകാശം പ്രാപിക്കേണ്ടതിനാ ദൈവം നമ്മളെ വിളിച്ചത്. പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഒരു വാഗ്ദത്ത കനാൻ അവർക്ക് അവകാശമായി കൊടുക്കാനാ ദൈവം അവരെ മരുഭൂമിയിലൂടെ നടത്തി 40 വർഷം നടത്തിയത്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ 15ഉം 20ഉം 40ഉം 50ഉം ഒരുപക്ഷെ 70ഉം ഒരുപക്ഷെ 2-3 വർഷത്തെ പഴക്കം പറയുവാനുള്ള നമുക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു നിത്യജീവൻ ഉണ്ട് കേട്ടോ. അത് വാട്ടമില്ലാത്തതാണ്, അത് മാലിന്യമില്ലാത്തതാണ്, ഹല്ലേലൂയ, അത് ക്ഷയം വരാത്തതാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് പ്രാപിച്ച ഭക്തന്മാരെ കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, സ്വർഗത്തിൽ തങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ അവർ സഹിച്ചു. എന്റെ ദൈവമക്കളോട് പറയാം, കർത്താവിന്റെ നാമനിമിത്തം കഷ്ടം സഹിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ നാമനിമിത്തം ചില നഷ്ടങ്ങൾ നാം സഹിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നമുക്ക് നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കർത്താവിന് വേണ്ടി ചിലതെല്ലാം ത്യജിച്ചു കളയുവാൻ, കർത്താവിന് വേണ്ടി ചിലതെല്ലാം നിഷേധിക്കുവാൻ ഈ ഭൂമിയിൽ നാം തയ്യാറാകുമ്പോൾ നമുക്ക് വേണ്ടി ഹല്ലേലൂയ നല്ലൊരു അവകാശം, ഹല്ലേലൂയ, ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശമാണ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഈ തരുണത്തില് പെട്ടെന്ന് ഞാന് ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചൈന ഒരു കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിലാകുന്നതിന് മുൻപ് ഒരു സമയത്ത് ചൈനയും ജപ്പാനും തമ്മിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകുവാനിടയായിത്തീർന്നു. അങ്ങനെ ആ യുദ്ധത്തിന്റെ കാഠിന്യ നിമിത്തം ചൈനയിലുള്ള ജനം മുഴുവനും വളരെ പട്ടിണിയിലായി. അവിടെ രോഗങ്ങൾ, കൊടിയ രോഗങ്ങള് ഈ യുദ്ധത്തിന്റെ ആ ഫലമായിട്ട് അവിടെ ഉടലെടുക്കുവാനിടയായി. ചൈനയുടെ ഈ ഒരു അനുഭവം, അവിടെയുള്ള ജനം മുഴുവനും പട്ടിണി കിടക്കുന്നു എന്നുള്ള അനുഭവം ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടു. പല രാജ്യങ്ങളും ഈ ചൈനയിലുള്ള ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പല ഏജൻസികളും, പല സംഘടനകളും, പല വ്യക്തികളും മുന്നോട്ട് വന്നു. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും സഹായം ഇങ്ങനെ അയക്കുന്ന സമയത്ത് ഫിലിപ്പീൻസിലെ മനില എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ താമസിക്കുന്ന
ആമേൻ ഒരു ചൈനീസ് വംശജനായ ചുങ് എന്ന് പേരുള്ള ഒരു കുഞ്ഞ്, അവൻ ഒരു കൊച്ചു ബാലനാണ്. അവന്റെ ചെവിയിലും ഈ സംഭവം എത്തി. തന്റെ രാജ്യത്തില് ആമേൻ ജനങ്ങളെല്ലാം അവിടെ വളരെ കഷ്ടതയിലായിരിക്കുന്നു. അവര് വളരെ ദാരിദ്ര്യത്തിലായിരിക്കുന്നു. അതുകൊണ്ട് അവരെ സഹായിക്കാൻ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ കുഞ്ഞ് തന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആമേൻ ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവൻ പെട്ടെന്ന് അവന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം തോന്നി. അവന് വളരെ നാളുകളായിട്ട് ഒരു സൈക്കിൾ വാങ്ങാൻ വേണ്ടി അവൻ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു 3 പൗണ്ട് അവന്റെ കയ്യിലുണ്ട്. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ 3 പൗണ്ട് ചെന്ന് അവൻ അവിടെ നിന്ന് എടുത്ത്, സ്തോത്രം, അവിടെയുള്ളതായ ഒരു സംഘടന, ഈ ചൈനയിലേക്ക് ഈ സഹായം എത്തിക്കുന്ന ആ സംഘടനയുടെ അടുക്കൽ ചെന്ന്, എന്നിട്ട് അവനിങ്ങനെ അവന്റെ കയ്യിലുള്ള 3 പൗണ്ട് കൊണ്ട് ഒരു ബേക്കറി ചെന്ന് കുറെ ബ്രെഡ് അവൻ വാങ്ങി. 3 പൗണ്ടിന് കിട്ടാവുന്ന ബ്രെഡ് അവന്റെ കയ്യിലൊന്നും ഒതുങ്ങില്ല. അവന് വഹിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല, അത്രത്തോളം ബ്രെഡ് ആ 3 പൗണ്ട് കൊണ്ട് അവന് കിട്ടി. അവൻ ആ 3 പൗണ്ട് കൊണ്ട് വാങ്ങിയ ആ ബ്രെഡുമായിട്ട് ആ ഏജൻസിയുടെ അടുക്കൽ ചെന്നു. ചൈനീസ് റിലീഫ് ഫണ്ട് ഏജൻസി എന്ന് പറഞ്ഞ ആ ഏജൻസിയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് അവൻ അവരോട് പറഞ്ഞു, സർ, എന്റെ 3 പൗണ്ട് കൊണ്ട് ഞാൻ വാങ്ങിയ ഈ ബ്രെഡ് എത്രയും പെട്ടെന്ന് ചൈനയിലുള്ള ആ പട്ടിണി കിടക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അവരിങ്ങനെ അല്പസമയം ആ കുഞ്ഞിന്റെ ആ നല്ല പ്രവൃത്തി കണ്ടിട്ട് അവർക്ക് അങ്ങ് ഒത്തിരി സന്തോഷം തോന്നി. പക്ഷെ അവർ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മോനെ, നീ കൊണ്ടുവന്ന ഈ ബ്രെഡ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, ഏതാനും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് ചീത്തയായി പോകും. നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ കയറ്റി അയച്ച്, എത്ര വേഗത്തിൽ കയറ്റി അയച്ചാലും ഇത് അവിടെ ചെല്ലുമ്പോൾ ചീത്തയായി പോകും. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നീ ഈ കൊണ്ടുവന്ന ബ്രെഡ് നമുക്ക് പണം നമുക്ക് വിൽക്കാം. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ എത്രയാണോ ആ പൈസ നമുക്ക് ചൈനയിലേക്ക് അയച്ചു കൊടുക്കാമെന്ന് അവനോട് പറഞ്ഞു. അവന് സന്തോഷമായി. അങ്ങനെ അവർ ചെയ്തത് എന്തെന്നറിയാമോ? ഇവര് വേഗം തന്നെ ആ ബ്രെഡ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി. എന്നിട്ട് അവരൊരു ലേബലൊക്കെ ആ ബ്രെഡിന്റെ പുറത്ത് ഒരു ലേബലൊക്കെ ഒട്ടിച്ചിട്ട് അതിന്റെ പുറത്ത് അവരിങ്ങനെ എഴുതി വെച്ചു, ഇത് ദേശസ്നേഹമുള്ള ബ്രെഡ്. ഇങ്ങനെ അവര് അതിനകത്തൊരു ലേബൽ ഒട്ടിച്ചു വെച്ചിട്ട് ആ മനിലയിലെ ഒരു തെരുവിന്റെ ആ ഒരു ഭാഗത്ത് ഒരു കൊണ്ടുവന്ന് ഒരു മേശയൊക്കെ ഇട്ട് ഈ ഒരു ബ്രെഡ് അവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്റെ ദൈവമക്കളോട് പറയട്ടെ, മണിക്കൂറുകൾക്കുള്ളിൽ ഈ ബ്രെഡ് ചെലവായി. അവർക്ക് അത്ഭുതം തോന്നി. കാരണം ഇത്ര വേഗത്തിൽ ഈ ബ്രെഡ് ചെലവായി. അതിൽ നിന്ന് അവർക്ക് 7 പൗണ്ട് കിട്ടി. അവർ എന്ത് ചെയ്യുന്നറിയാമോ? ആ 7 പൗണ്ട് കൊണ്ട് വീണ്ടും അവർ ബ്രെഡ് വാങ്ങി. എന്നിട്ട് വീണ്ടും ആ ലേബൽ ഒട്ടിച്ചു, ദേശസ്നേഹമുള്ള ബ്രെഡ്. ഈ ദേശസ്നേഹമുള്ള ബ്രെഡ് വാങ്ങാനായിട്ട് ജനത്തിന്റെ തിരക്ക് അവിടെ വന്നു. 300 പൗണ്ടാണ് അന്നത്തെ കച്ചവടത്തിലൂടെ അവർക്ക് ലഭിക്കാനിടയായത്. ഇവർ ആ 300 പൗണ്ട് നേരെ ആ ചൈനയിലുള്ള റിലീഫ് ഏജൻസിക്ക് അയച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇത് അവിടെയുള്ള എല്ലാ മനുഷ്യരും അറിഞ്ഞു. ഫിലിപ്പീൻസിലുള്ള ജനങ്ങളെല്ലാം ഈ ചുങ് ചെയ്ത ഈ പ്രവൃത്തി അറിയുവാനിടയായി. അവിടെയുള്ള ഒരു അമേരിക്കക്കാരൻ ഇത് ചെന്ന് അമേരിക്കയിലുള്ള തന്റെ സുഹൃത്തുക്കളുമായി പങ്കുവച്ചു. സംഭവിച്ചത് എന്തെന്നറിയാമോ? പ്രശസ്തനായ കോടീശ്വരനായ കാർ നിർമ്മാതാവായ ഹെൻറി ഫോർഡിന്റെ ചെവിയിലും ഈ വാർത്ത എത്തി. ചുങ് എന്ന് പറയുന്ന ഈ കൊച്ചു ബാലൻ ചെയ്ത ചെറിയ ആ പ്രവൃത്തി അദ്ദേഹത്തിന്റെ ചെവിയിലും എത്തി. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നി. ആ കുഞ്ഞിനെ സഹായിക്കണം. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം തോന്നിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു സൈക്കിൾ വാങ്ങാനുള്ള പണം ഈ ചൈനീസ് റിലീഫ് ഏജൻസിയുടെ അടുക്കിലേക്ക് അദ്ദേഹം എത്തിച്ചു കൊടുത്തു. അവര് മനോഹരമായ ഒരു സൈക്കിൾ വാങ്ങി ചുങ്ങിന് കൊടുത്തു. ചുങ് ആ സൈക്കിള് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസയും അവൻ ശേഖരിച്ചു വെച്ച് വീണ്ടും തന്റെ നാട്ടിലുള്ള കഷ്ടത അനുഭവിക്കുന്ന പട്ടിണി കിടക്കുന്ന ജനത്തിന് വേണ്ടി എത്തിച്ചു കൊടുത്തു. ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത് എന്തിനെന്നറിയാമോ ദൈവമക്കളെ? ഇതൊരു സംഭവ കഥയാണ്. ഒരു ഫിലിപ്പീൻസിലെ മനില എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവ കഥയാ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, തനിക്ക് ഒരു സൈക്കിൾ വാങ്ങാൻ വെച്ച 3 പൗണ്ട് തന്റെ ജനത്തിന്റെ കഷ്ടതയ്ക്ക് വേണ്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കുവാൻ, അത് നിഷേധിക്കുവാൻ, അത് മാറ്റി വെക്കുവാൻ, അവരെ സഹായിക്കുവാനായിട്ട് മനസ്സ് വെച്ച ഒരു ചുങ്ങിന് വേണ്ടി സ്തോത്രം, അവൻ ചെയ്ത പ്രവൃത്തിക്ക് ഏറ്റവും മനോഹരമായ ഒരു സൈക്കിൾ അവന് പകരം കൊടുക്കുവാൻ ഈ ഭൂമിയിലെ ഒരു ഹെൻറി ഫോർഡ് തയ്യാറായെങ്കിൽ, കർത്താവിന്റെ നാമത്തിനു വേണ്ടി നാം നിന്ന് സഹിക്കുമ്പോൾ, കർത്താവിന്റെ നാമത്തിനു വേണ്ടി നാം കഷ്ടം സഹിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മഹിമാധനത്തിനു വേണ്ടി ഈ ഭൂമിയിൽ സമ്പത്തുകളുടെ അപാരം സന്തോഷത്തോടെ സഹിച്ചവർ, നിന്ന് സഹിച്ചവർ,
കഷ്ടത സഹിച്ചവർ അവർക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചത്, ആമേൻ, സ്വർഗത്തിൽ സംഗ്രഹിച്ചു വെച്ചത് എത്രയോ ശ്രേഷ്ഠമാണെങ്കിൽ ഇന്ന് പകലിനെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, കർത്താവ് ഒരിക്കൽ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞില്ലേ, എന്റെ നാമം നിമിത്തം അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ നിലങ്ങളെയോ, ആമേൻ, എന്ത് നിങ്ങൾക്ക് ത്യജിക്കേണ്ടി വന്നാലും ഈ ഭൂമിയിൽ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് ഹല്ലേലൂയ തരുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാകട്ടോ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട്, ആമേൻ, ഹല്ലേലൂയ, ഇന്നും കഷ്ടതയാണല്ലോ, ഇന്നും എനിക്ക് നിന്നയാണല്ലോ, എന്നെ എല്ലാവരും തള്ളിക്കളയുകയാണല്ലോ, എന്നെ ആരും സഹായിക്കുന്നില്ലല്ലോ എന്ന്, ആമേൻ, നിന്റെ ഹൃദയത്തിൽ നിരാശ ബാധിച്ചിരിക്കുന്നെങ്കിൽ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, എന്റെ കർത്താവിന്റെ നാമം നിമിത്തം ചിലതെല്ലാം നീ ഉപേക്ഷിച്ചെങ്കിൽ എന്റെ കർത്താവിന്റെ വചനത്തിൽ പറയുന്നു 100 മടങ്ങ് നിനക്ക് ഈ ഭൂമിയിൽ തരും. മാത്രമോ, ആമേൻ, സ്വർഗത്തിൽ, ആമേൻ, നിലനിൽക്കുന്ന ഒരു നിത്യജീവനും കർത്താവ് നിനക്ക് തരും. ഹല്ലേലൂയ. എത്ര പേർക്ക് അവരുടെ പ്രത്യാശ വർദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ തിരുവചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ വചനം പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയ ദൃഷ്ടി ഇന്ന് പകൽക്കാലം ഒന്ന് പ്രകാശിക്കട്ടെ ദൈവമക്കളെ. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ആ നിത്യജീവന്റെ ആ ഘനം, ആമേൻ, ആ നിത്യ സന്തോഷം ഓർത്തുകൊണ്ട്, ആമേൻ, നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാം വായിച്ച, ആമേൻ, ആ കുറിവാക്യത്തിലേക്ക് നമുക്ക് വരാം. ഹല്ലേലൂയ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ആകിയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ദൈവത്തിന്റെ വചനത്തില് 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. നാം അങ്ങനെ തന്നെ ആകുന്നു. അപ്പൊ നാം ദൈവത്തിന്റെ മക്കളാണ്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടും പറയാൻ, നാം കേവലം മക്കളായിട്ടിരിക്കുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നാം പ്രിയ മക്കളായി തീരണം. ആരാ പ്രിയമക്കള്? ആമേൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായല്ലേ പ്രിയമക്കള്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആമേൻ, ഒരു മോനും ഒരു മോളും ഉണ്ട്. ആമേൻ, ആ കുഞ്ഞുങ്ങള് ഞങ്ങളുടെ ആഗ്രഹം പോലെ, എന്റെയും, ആമേൻ, ഞങ്ങളുടെ പാസ്റ്ററിന്റെയും, ഞങ്ങളുടെ 2 പേരുടെയും ആഗ്രഹം പോലെ അവർ ജീവിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആമേൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങള് പ്രിയ മക്കളാ, എന്റെ മക്കള് പ്രിയ മക്കളാ. കാരണം ഞങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ, ഞങ്ങൾ എന്തവരെ ഉപദേശിക്കുന്നുവോ, ഞങ്ങൾ എന്തവരെ പഠിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് അവർ ജീവിക്കുന്നത് കൊണ്ട് എന്റെ മക്കൾ ഞങ്ങൾക്ക് പ്രിയ മക്കളാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെ നോക്കി പറയുമോ, കൃപ, നീ എനിക്ക് പ്രിയ മകളാ. തബീഥ, നീ എനിക്ക് പ്രിയ മകളാ. ഷാന്റിമോളെ, നീ എന്റെ കുഞ്ഞാ, നീ എന്റെ പ്രിയ മകളാ. ജോബി മോനെ, നീ എന്റെ പ്രിയ മകനാ. ഇങ്ങനെ, ആമേൻ, സിന്ധുവേ, നീ എന്റെ പ്രിയ മകളാണെന്ന്, ആമേൻ, അപ്പന് നമ്മളെ നോക്കി പറയുവാൻ കഴിയോ ദൈവമക്കളെ? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയാ, നമ്മള് ദൈവത്തിന്റെ പ്രിയ മക്കളാകണം. മക്കളായിട്ടിരുന്നാൽ പോരാ, ആമേൻ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. അതിനെന്താ ചെയ്യേണ്ടത്? ആമേൻ, റോമാലേഖനത്തിൽ പറയുന്നല്ലോ, എന്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള, ആമേൻ, ജീവനുള്ള വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ആമേൻ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇന്ന് പകൽക്കാലം പ്രിയ മക്കളാകണമെങ്കിൽ ഒന്നാമത് നാം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സൊന്ന് പുതുക്കണം. ഓരോ ദിവസവും അപ്പനോട് ചോദിക്കണം, എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം എന്താണ്, എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്താണ്. ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ അപ്പനോട് പറയണം, അപ്പായേ, ഇന്ന് അപ്പായുടെ ഇഷ്ടം ചെയ്യുവാനായിട്ട് എന്നെ സഹായിക്കണേ അപ്പായേ. ഇന്ന് പകൽക്കാലം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരപ്പനും, ആമേൻ, ഒരു മകനും, ഒരപ്പനും ഒരു മകളും തമ്മിലുള്ള ഒരു ബന്ധമാ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആ അപ്പൻ, ആമേൻ, സ്തോത്രം, നമ്മളെ എങ്ങനെയാ സ്നേഹിച്ചത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, ആമേൻ, റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, നാം അഭക്തരായിരിക്കുമ്പോൾ തന്നെ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, ആമേൻ, നമ്മെ ദൈവം സ്നേഹിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുവാൻ ഇടയായി തീർന്നു. നാം ശത്രുക്കളായിരുന്നില്ലേ ദൈവമക്കളെ? നാം ഈ കർത്താവിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള എന്തെങ്കിലും യോഗ്യത നമുക്കുണ്ടായിരുന്നു? ഹല്ലേലൂയ. എന്നിട്ടും കർത്താവ് നമ്മളെ സ്നേഹിച്ചില്ലേ? കർത്താവ് നമ്മളെ അവിടുത്തെ മക്കളാക്കി തീർത്തില്ലേ? ആ മക്കളായി തീർന്ന നമ്മുടെ, ആമേൻ, ഒരു ദൗത്യമുണ്ട് കേട്ടോ. പ്രിയ മക്കളായി തീരണം.
കേവലം മക്കൾ എന്നുള്ള പദവിയിൽ മാത്രം ഇരിക്കാനല്ല. ആമേൻ, ഓരോ ദിവസവും എന്റെ അപ്പന്റെ പ്രിയ മകളായിട്ട് എനിക്ക് തീരണം. ഓ, എന്റെ അപ്പന്റെ പ്രിയ മകനായിട്ട് എനിക്ക് തീരണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ നാം എന്ത് ചെയ്യണം? ദൈവത്തെ അനുകരിക്കണം, ഇമിറ്റേറ്റ് ചെയ്യണം. നമുക്കറിയാം, നമ്മൾ ഇമിറ്റേഷൻ ഗോൾഡ് നമ്മളൊക്കെ ആമേൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പൊക്കെ ആമേൻ പലരും ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് ഇമിറ്റേഷൻ ഗോൾഡ്. അത് കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ ഗോൾഡ് ആണെന്ന് തന്നെ തോന്നും, പക്ഷേ അതിന് മൂല്യമില്ല, അത് ഇമിറ്റേഷൻ ആണ്. ഇതുപോലെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണം, അനുകരിക്കണം. ആരെ അനുകരിക്കണം? നമ്മുടെ ദൈവത്തെ അനുകരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ നാം അനുകരിക്കുമ്പോഴാണ് നാം ആരായി തീരുന്നത്? ദൈവത്തിന്റെ മക്കളായി തീരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ ഇമിറ്റേഷൻ ഗോൾഡ്, ആ ഗോൾഡിന്റെ അതേ നിറത്തിൽ, അതേ രൂപത്തിൽ, ആമേൻ, എന്താ ഞാൻ പറഞ്ഞ എന്തോ എത്രയോ എത്രയോ ആഭരണങ്ങൾ നമുക്കറിയാം അല്ലെ? എനിക്ക് അതിന്റെ പേരുകളൊന്നും പറയാൻ അറിയില്ല. അങ്ങനെയുള്ള ആഭരണങ്ങളുടെ എല്ലാം ഇമിറ്റേഷൻ ഗോൾഡ് ഉണ്ട്. അതേ എത്ര നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾ മാത്രമാണ് അധികം അങ്ങനെയുള്ള ഈ വിവാഹത്തിനൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അധികം ധരിക്കാത്തത്. മറ്റുള്ള ജാതികളുടെ വിവാഹങ്ങളൊക്കെ നടക്കുമ്പോൾ ധാരാളം സ്വർണ്ണമൊക്കെ ഇങ്ങനെ വാരി വാരി ഇട്ടേക്കുന്നതാണ് അല്ലെ? കഴുത്തിന്റെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ, ആമേ കയ്യടി ഇവിടം മുതൽ ഇവിടം വരെ, ആമേ പിന്നെ ഇവിടെ ഈ ബ്ലൗസിന്റെ ഇവിടെ, പിന്നെന്താ ആമേ സാരി ഉടുത്തിട്ട് സാരിയുടെ പുറത്തൊരു അരപ്പട്ട പോലെ, ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ കാണും വിചാരിക്കും, അയ്യോ സ്വർണം കൊണ്ട് അങ്ങ് അലങ്കരിച്ച് വെച്ചേക്കുവാണെന്ന്. പക്ഷെ അതിനകത്ത് ഒരുപക്ഷെ കുറച്ചൊക്കെ സ്വർണം ഉണ്ടാകാം, ബാക്കി മുഴുവൻ എന്താ? ഇമിറ്റേഷൻ ആണ് അല്ലെ? ഇമിറ്റേറ്റ് ആമീൻ ഗോൾഡ് ആണ് അത്. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യേശോപ്പച്ചൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാം? നമ്മുടെ കർത്താവ്, നമ്മളെ തിരഞ്ഞെടുത്ത കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ മക്കളാക്കി തീർത്ത കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ പിതാവിന്റെ ആ ഒരു ആമേൻ രൂപം, ആ പിതാവിന്റെ ഭാവം, ആ പിതാവിന്റെ സ്വഭാവം ആമീൻ നമ്മിൽ ഉണ്ടാകണം. അത് നാം അനുകരിക്കണം, ഇമിറ്റേറ്റ് ചെയ്യണം. അത് നാം അനുകരിക്കുന്നവരായി തീരണം. അങ്ങനെ അനുകരിക്കുമ്പോഴാണ് നാം പ്രിയ മക്കളായി തീരുന്നതെന്ന് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്വഭാവം എന്തെന്ന് നമ്മൾ അറിയണ്ടേ? ഹല്ലേലൂയ. കർത്താവിന്റെ സ്വഭാവം ഒന്ന് രണ്ട് വാക്കുകൾ ആമേൻ വേഗം പറഞ്ഞ് ഞാൻ എന്റെ മെസ്സേജിൽ നിന്ന് ആമേൻ വിരമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 48-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ആമേൻ. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. നമ്മുടെ ദൈവത്തെ അനുകരിപ്പിൻ, പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ എന്ന് പറയുമ്പോൾ ആമേൻ ദൈവത്തിന്റെ ഒരു വലിയ സ്വഭാവം, നമ്മുടെ പിതാവായ ദൈവം സൽഗുണപൂർണനാണ്. അതിന്റെ മറ്റൊരു തർജ്ജമയിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. എന്താ അർത്ഥം? ആമേൻ യാതൊരു കുറവുമില്ലാത്തവരായി. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കണം, ബ്ലെയിംലെസ് ആയിരിക്കണം. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ നാം പരിപൂർണരായിരിക്കണം. ദൈവമക്കളെ, നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പരിപൂർണനാണ്. എല്ലാത്തിലും നമ്മുടെ കർത്താവ് കറയറ്റവനാണ്. നമ്മുടെ പിതാവായ ദൈവം ആമേൻ ഹല്ലേലൂയ തന്റെ സ്വഭാവം നമുക്കറിയാം, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലല്ലോ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കും. നമ്മുടെ പിതാവായ ദൈവം പരിപൂർണനാണ്, സൽഗുണപൂർണനാണ്. അങ്ങനെയെങ്കിൽ ആമേൻ പ്രിയ മക്കളായി തീരണമെങ്കിൽ നാം ആരായി തീരണം? നമ്മുടെ പിതാവായ ദൈവത്തെ പോലെ പരിപൂർണരായി തീരണം. ഹല്ലേലൂയ. നമ്മൾ കുറവുണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഈ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത് എന്തിനെന്നറിയാമോ? ആമേൻ. എന്റെ അപ്പൻ, ആമേൻ വീണ്ടും ജനിപ്പിച്ച അപ്പൻ, ആമേൻ എന്നെ നോക്കിക്കൊണ്ട്, സിന്ധുവിനെ നോക്കിക്കൊണ്ട് എന്റെ അപ്പൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ എന്റെ അപ്പന്റെ സ്വഭാവമുള്ളവളായി തീരണം. എന്റെ അപ്പന്റെ സ്വഭാവം ഇമിറ്റേറ്റ് ചെയ്യുന്നവളായി തീരണം. ഹല്ലേലൂയ. എന്റെ അപ്പന്റെ സ്വഭാവം പകർത്തുന്നവളായി, ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നവളായി തീരണമെന്ന് ആമേൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന. രണ്ടാമതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവിൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കട്ടെ. ഈ തിരുവചനങ്ങളെല്ലാം ദൈവം നമ്മളെ കേൾപ്പിക്കുന്നത് ആമേൻ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ആമേൻ നാം അനുവർത്തിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആമേൻ
ആമേൻ ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. എന്റെ സഹോദരങ്ങളോട് പറയാം, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് ആമേൻ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ എഴുതി വെച്ചിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗീയ പിതാവ് മനസ്സലിവുള്ളവനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലും മനസ്സലിവ് എന്ന് പറയുന്ന ഒരു ഭാവം, ക്രിസ്തുവേശുവിലുള്ള ഭാവം നമ്മിൽ ഉണ്ടാകട്ടെ. ഫിലിപ്പി ലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നല്ലോ, ക്രിസ്തുവേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. ക്രിസ്തുവേശുവിന് ആ ഭാവം എവിടുന്നാ കിട്ടിയത്? പിതാവിൽ നിന്നാ കിട്ടിയത്. അതേ ഭാവമാണ് ആമേൻ കർത്താവിനെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളായി തീർന്ന നമ്മിൽ നിന്ന്, പ്രിയ മക്കളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാവം, അങ്ങനെ ഒരു സ്വഭാവം നമ്മിൽ ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സലിവുള്ളവളായി തീരണം. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സലിവുള്ളവനായി തീരണം. ഹല്ലേലൂയ. പരിപൂർണനായി തീരണം. ഒരു കുറ്റവും ആമേൻ എന്നെ കുറിച്ച് പറയുവാൻ ഇടവരാത്ത രീതിയിൽ എന്റെ ആത്മീയ ജീവിതം നന്നായി നയിക്കുവാൻ അപ്പായേ എനിക്ക് കൃപ തരണമെന്ന് ഹല്ലേലൂയ നമുക്കൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മെ കേൾപ്പിക്കുന്ന ദൈവവചനത്തിന് മുൻപാകെ ഈ ദൈവവചനം ഒരു കണ്ണാടി പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ കണ്ണാടിയിലൂടെ നാം നമ്മെ തന്നെ കാണുന്നത്. ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നാം നമ്മെ നോക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരിക, കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ ഈ ഒരു ഭാവം ഇല്ല കേട്ടോ. മനസ്സലിവെന്ന് പറയുന്ന ഒരു ആമേൻ ഭാവം നിന്നിൽ ഇല്ല എന്ന് ആമേൻ ആ കണ്ണാടിയിലൂടെ നമ്മെ കാണിച്ചു തരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുഖത്ത് ആമേൻ ഒരു പാടിയിരിക്കുകയാണെങ്കിൽ ആമേൻ കണ്ണാടി നോക്കുന്ന നാം എന്നാ അവിടെ ഇരുന്നോട്ടെ, അതും വെച്ചോണ്ട് ഞാൻ എറണാകുളത്ത് പോകാന്ന് പറഞ്ഞ് ഞാൻ പോകുമ്പോ ഇല്ല, ഞാൻ വേഗം എന്ത് ചെയ്യും? ആമേൻ ഒരു അല്പം സോപ്പ് എടുക്കും. ആമേൻ എന്റെ മുഖത്തുള്ള ആ കരിയൊക്കെ ഒന്ന് കളഞ്ഞ് അതൊന്ന് വൃത്തിയാക്കി എന്റെ മുഖത്തുള്ള ആ പാടുകളൊക്കെ മാറ്റി വൃത്തിയായതിനു ശേഷമേ ഞാൻ പുറത്തേക്ക് പോകുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ ആമേൻ സിന്ധുവാകുന്ന ഞാൻ നോക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ സ്വർഗീയ പിതാവ് മനസ്സലിവുള്ളവരാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവിൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ആ ഒരു ഭാവം നമ്മിലില്ല എങ്കിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ദോഷികളും പാപികളുമായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്ക് ആ ഭാവം തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ആമേൻ. 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം സ്നേഹമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ മൂന്നാമത്തെ സ്വഭാവം അനേകം ആമേൻ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന അനേക വചനങ്ങൾ ഉണ്ടെങ്കിലും 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ ലേഖനത്തിലെ ആമേൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ നിങ്ങളും തമ്മിൽ സ്നേഹിക്കേണ്ടതാകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ ആമേൻ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നിങ്ങളും സഹോദരന്മാർക്ക് വേണ്ടി നിങ്ങളുടെ പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മുടെ അപ്പൻ ആരാ? നമ്മളെ വീണ്ടും ജനിപ്പിച്ച അപ്പച്ചൻ ആരാണ്? അപ്പച്ചൻ സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ നാം സ്നേഹത്തിൽ നടക്കുന്നവരായി തീരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്റെ സഹോദരങ്ങളോട് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ പറയുകയാണ്, ആമേൻ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ നാം ദൈവത്തെ അനുകരിപ്പിൻ, ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യുവിൻ, ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവിൻ. ദൈവത്തിന്റെ ആമേൻ ഒരു പകർപ്പായി, ദൈവത്തിന്റെ ഒരു സ്വരൂപമായി ഈ ഭൂമിയിൽ നാം ആയിത്തീരണമെന്ന് ആമേൻ. അങ്ങനെ നാം ആകുന്നുവെങ്കിൽ മാത്രമേ നാം ആരാകുന്നുള്ളൂ? നാം പ്രിയ മക്കളാകുന്നുള്ളൂ. അടുത്ത 2-ാമത്തെ വാക്യം കൂടെ വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുക. ഞാൻ എന്റെ ആമേൻ മെസ്സേജിൽ നിന്നും ആമേൻ വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കർത്താവിന്റെ ദാസനായ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ അപ്പോസ്തലനായ പൗലോസ് ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നു. അദ്ദേഹം പറയുകയാണ്, ആമേൻ, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പ്രിയ മക്കളാകേണ്ടതിന് നിങ്ങൾ ദൈവത്തെ അനുകരിക്കണം. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച്
തന്നെത്താൻ നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ നടക്കണം. അപ്പോൾ നമുക്കൊരു മാതൃക കാണിച്ചു തരിക. പ്രിയ മകനായി തീർന്ന ഒരു മാതൃക. ആരായിരുന്നു മകനായി തീർന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു കർത്താവ് സ്നാനപ്പെട്ട് യോഹന്നാന്റെ കൈകീഴെ സ്നാനപ്പെട്ട് താൻ ആ യോർദാനിൽ നിന്ന് പുറത്തു വരുമ്പോൾ സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ഇതുവരെ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരാത്ത ആരെങ്കിലും ഇന്ന് പകൽ ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, പ്രിയ മകളായി തീരണമെങ്കിൽ, പ്രിയ മകനായി തീരണമെങ്കിൽ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിച്ച് കർത്താവിനോട് ചേർന്നേ മതിയാകത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയും, ഇവൻ എന്റെ പ്രിയ മകനാ, ഇവൻ എന്റെ പ്രിയ മകളാ. ഇന്ന് പകൽക്കാലം ഈ കൂട്ടായ്മയില് നിമ്മി എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു ടീച്ചറാണ് നിമ്മി ടീച്ചർ. കോവിഡിന്റെ കാലഘട്ടത്തില് ഫോണിലൂടെ കോണ്ടാക്ട്സ് കിട്ടിയ ഒരു ദൈവദാസിയാണ്. ആ പ്രിയപ്പെട്ട ദാസി ഒരു ഹൈന്ദവ കുടുംബത്തിൽ വളരെ ശ്രേഷ്ഠയായ ചിന്മയ വിദ്യാലയത്തിൽ ഒരു അധ്യാപികയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് നിങ്ങളോട് ആ കർത്താവിന്റെ ദാസിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഞങ്ങള് കോവിഡിന്റെ സമയത്താണ് പ്രിയ ടീച്ചറുമായിട്ട് മറ്റൊരു വ്യക്തി നിമിത്തം പരിചയപ്പെടുവാനിടയായി. ഫോണിലൂടെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. ഫോണിലൂടെ കർത്താവിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒത്തിരി കഷ്ടങ്ങളുടെ നടുവിലൂടെ, ഒത്തിരി വേദനയിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സഹോദരിയായിരുന്നു. പലപ്പോഴും ജീവിതത്തിൽ നിരാശ മാത്രമായിരുന്നു തന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. എന്നാൽ തന്നോട് നിരന്തരം വചനം പറഞ്ഞു കൊടുത്തുകൊണ്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ഒരു ദിവസം താൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, സിസ്റ്ററെ ഞാൻ അങ്ങ് വരുവാ. എന്തിനെന്നറിയാമോ? എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരണം. എന്റെ ദൈവമക്കളെ, ഞാൻ ഒരു സ്നാനത്തിന്റെ ഉപദേശവും ആ ദാസിയോട് പറഞ്ഞില്ല. പക്ഷേ ദൈവവചനം എല്ലാ ദിവസവും കഴിയുന്നിടത്തോളം ദൈവവചനം ആ ദാസിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം നിമ്മി ടീച്ചർ എറണാകുളത്ത് വന്നു. ഹല്ലേലൂയ. ഞങ്ങള് പാലാരിവട്ടത്തുള്ള ഞങ്ങളുടെ ചർച്ചിൽ വന്ന് സ്തോത്രം, കർത്താവിന്റെ ദാസി മക്കളുമായി വന്നിട്ട് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് കർത്താവിന്റെ ഒരു പൈതലായി തീരുവാൻ ദൈവം ആ ദാസിക്ക് ഭാഗ്യം കൊടുത്തു. ചുരുക്കം നാളുകൾ ഈ കോവിഡിന്റെ സമയത്താണ് താന് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് വളരെ തീഷ്ണതയോടെ എന്നും പ്രഭാതത്തിൽ ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്. ഒരു 6 മണി മുതൽ 6:40 വരെയുള്ള ഒരു മോർണിംഗ് പ്രെയർ എല്ലാ ദിവസവും ടീച്ചർ അഹമ്മദാബാദിൽ നിന്നും ആ മീറ്റിംഗിൽ കയറും. വളരെ ഞാൻ ഓർക്കെ, നമ്മളൊന്നും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഒന്നുമല്ലാന്ന് എനിക്ക് ബോധ്യം വന്നു ടീച്ചറിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ. അത്രത്തോളം ദൈവ വചനം പഠിച്ച് ഇന്ന് കർത്താവിന്റെ ദാസി ഒരു അധ്യാപികയാണെങ്കിൽ പോലും ഇന്നൊരു ബൈബിൾ കോളേജിലെ ഒരു സ്റ്റുഡന്റും കൂടെയാണ്. ഹല്ലേലൂയ. താൻ ബൈബിൾ പഠിക്കുകയാണ്. തന്റെ ഒരു ഹൃദയത്തിലെ ആഗ്രഹമാണ്, എനിക്ക് വചനം പഠിക്കണം സിന്ധു സിസ്റ്ററെ, എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ ഒരു പൈതലായി തീരുവാൻ ആ ദാസിക്ക് ദൈവം കൃപ കൊടുത്തു. ഞാൻ പറഞ്ഞ എന്തെന്നറിയാമോ? ദൈവം തരുന്ന അവസരങ്ങൾ പാഴാക്കരുത്. ഇന്ന് പകൽക്കാലം ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും ഇതുവരെയും സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ഒരു ആലോചന കൂടെയാണ്. കർത്താവിന്റെ നീതി നിവർത്തിക്കുവാൻ, കർത്താവിന്റെ വചനം നിവർത്തിക്കുവാൻ, പ്രിയ മകളെന്ന്, പ്രിയ മകനെന്ന് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഒരു സാക്ഷ്യം പ്രാപിക്കുവാൻ ഇന്ന് പകൽ ആ ദൈവസന്നിധിയിൽ അതിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്റെ കർത്താവിനെ കുറിച്ച് സ്വർഗം സാക്ഷ്യം പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം സാക്ഷ്യം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് നിങ്ങൾ ചെവി കൊടുപ്പിൻ. ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ച് പറയാ, ആ പ്രിയ മകനായി തീർന്ന കർത്താവ് എങ്ങനെയാണ് ദൈവത്തെ അനുകരിച്ചത്, എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, യേശു കർത്താവ് തന്നെ ഒരു വഴിപാടും യാഗവുമായി ദൈവസന്നിധിയിൽ അർപ്പിച്ചു. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് പ്രിയ മകനായി തീരുവാൻ തന്നെ ഒരു യാഗമായി അർപ്പിച്ചു. നമുക്ക് അങ്ങനെ അർപ്പിക്കുവാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ക്രൂശിന്മേൽ കയറുവാൻ എനിക്ക് കഴിയുമോ? എന്റെ ജിജിസിസെ ക്രൂശിന്മേൽ കയറുവാൻ കഴിയുമോ? ഒരിക്കലും സാധിക്കില്ല, അല്ലേ? ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറയാ, നീ ക്രൂശിൽ കയറണ്ട, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. പിതാവായ ദൈവത്തിന്റെ സന്നിധിയില് ഒരു വഴിപാട് യാഗവുമായി ക്രിസ്തു അർപ്പിച്ചതുപോലെ നാം സ്നേഹത്തിൽ നടക്കുന്നുവെങ്കിൽ,
നാം സ്നേഹത്തിൽ നടക്കുന്നുവെങ്കിൽ, നാം സ്നേഹത്തിൽ ജീവിക്കുന്നുവെങ്കിൽ, നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ, അപ്പൻ പറയുക, എന്റെ കുഞ്ഞ് വഴിപാട് യാഗവുമായി എന്റെ സന്നിധിയിൽ തന്നെ അർപ്പിച്ചതിന് തുല്യമാണത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ആമേൻ ദൈവ സന്നിധിയിൽ നമ്മളെ തന്നെ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മളോട് ഇടപെടുവാൻ ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് ആമേൻ ഇടപെട്ട വചനത്തിന് മുൻപാകെ ആമേൻ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അല്പസമയം ഹല്ലേലൂയ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തി